ഇത്ര വർഷമായിട്ട് കച്ചവടം ചെയ്തിട്ട് ഞങ്ങൾ ഇതിൽ 4 മക്കളല്ലേ അല്ല 5 മക്കളല്ലേ ഉള്ളൂ, അതിന് വേറെ സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് കരുതി. അപ്പോൾ എന്നോട് തൊട്ടയലിക്കുന്നല്ല കുറച്ച് ദൂരമുള്ള സ്ത്രീ എന്നോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോവാം, അവിടെ പോയി നമുക്ക് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ഒരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പോകാമെന്ന് പറഞ്ഞത് ശരിയായ രീതിയിലേക്കല്ല, യേശുവിൻ്റെ അടുത്തേക്കല്ല, വേറെ രീതിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കൊണ്ട് കണ്ട് സംസാരിച്ച് അത് പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നൽകുകയാണ്. സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ ആളോട് പറഞ്ഞു, നമുക്ക് ഇത്ര നാളായില്ല അപ്പനും അമ്മയും ഇവിടെ കട നടത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ അപ്പോൾ ഈ ഒരു പുരോഗതിയും കിട്ടണില്ലല്ലോ, അത് നമുക്ക് പോവാം, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി നമ്മൾ വ്യക്തിപരമായിട്ട് ശരിക്കും ഞാൻ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. അന്ന് രാത്രി ഞാൻ ബൈബിൾ എടുത്ത് വായിച്ച്, ബൈബിൾ ഇങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ബൈബിൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കിൻ്റെ വചനം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി നീ ദൈവത്തെ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കുന്നുള്ളത്. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഈ വചനം കിട്ടിയപ്പോൾ ബൈബിൾ പടച്ചു അന്ന് അപ്പം തീരുമാനമെടുത്തു, ഇനി ഒരു സദ്യയും വേണം, ഈ കടയിൽ തന്നെ എൻ്റെ ജീവിതം ഈ കടയിൽ എന്ത് ഉണ്ടാക്കാൻ പറ്റുമോ അതിൽ സംതൃപ്തനാണ്.